ഇതുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന എന്റെ നാത്തൂന്റെ അമ്മയുടെ അവസ്ഥയാണ് ഇതിനെ എന്ത് പറയും, ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. അമ്മ പറയുന്നത് ആഫ്രിക്ക പോലും ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുധിമോളെ ആങ്ങളേനെയും എനിക്ക് ആരൊക്കെ ഉണ്ടെന്നായിരുന്നു ഒത്തിരി പേര് ചോദിക്കുന്നത്. സുധിമോക്ക് ആരൊക്കെ ഉണ്ട്, സുധിമോടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് എപ്പോഴും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ പോവാണ്. ഇതെന്റെ നാത്തൂനാണ്, എന്റെ ആങ്ങളയുടെ ഭാര്യയാണ്, സൂര്യ എന്നാണ് പേര്. ആങ്ങളയുടെ മക്കളാണ് ഇത്, ദേവു, ദർശന. ഞങ്ങള് ദേവൂന്നും കുളുവെന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതാരാന്ന് ഓർക്കും കേട്ടാ, ഇത് ഇവളുടെ ആങ്ങളയാണെങ്കിലും ഞാൻ വിട്ടുകൊടുക്കൂല. ഇത് എന്റെ ആങ്ങളയാണോ ഞാൻ വെച്ചോണ്ടിരിക്കുന്നത്, എന്റെ ആങ്ങളയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇവളുടെ ആങ്ങളയാണ്, എന്റെ നാത്തൂന്റെ ആങ്ങളയാണ്. പക്ഷെ എന്റെ കൂടപ്പുറപ്പെ പോലെ തന്നെയാണ്, എന്റെ ആങ്ങളയായിട്ടാണ് ഞാൻ അവനെ കരുതുന്നത്. പിന്നെ ഇതായിരിക്കും നിൽക്കാനൊന്നും മേലെ അവശതയാണ് കേട്ടോ. നമ്മുടെ ചെളിയിൽ കൂടെ നടന്ന് ആകെ ഡള്ളായി ആകെ മറിഞ്ഞുപോയി. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണം പോകണം എന്നൊക്കെ പറയണുണ്ട്. ആ ഒരു അവസരം സൂര്യ അമ്മയാണ്, എന്റെ നാത്തൂന്റെ അമ്മയാണ്. അപ്പൊ അവര് കൊച്ചിന്റെ പരിപാടിക്ക് വേണ്ടി വന്നായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്റെ കൊച്ചു പ്രായപൂർത്തിയായതിന്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി അവര് വന്നതാണ്. അപ്പൊ വന്ന സമയത്ത് ഞാൻ ഇവരെ വീഡിയോ എടുക്കണേ കോട്ടയം വരെ പോണം. അപ്പൊ ഞാൻ നോക്കിപ്പോ ഇവിടെ വന്ന് കിട്ടിയല്ല, എന്നാ ഒറ്റ അടിക്ക് എല്ലാവരും കൂടെ എടുത്തേക്കാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇതാണ് എനിക്കെന്ന് പറയാനുള്ള ഒരു ഫാമിലിയാണ് ഇവര്. വേറെ എനിക്കെന്ന് പറയാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടയുടെ ആൾക്കാർക്ക് വിഷമമാകുമായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്റെ എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് കോട്ടയത്ത് നിന്ന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതെന്ന് പറയാൻ എനിക്ക് ഇവരേ ഉള്ളൂ. ഇത് ചേട്ടയുടെ അപ്പച്ചിയുടെ മക്കളുണ്ട്, 3 അപ്പച്ചിമാരുണ്ട്. അവർക്കൊക്കെ ആ മക്കളും പെൺമക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കട്ട സപ്പോർട്ടാണ്. അവരുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ ഇവരുടെ ഇവനെ പറ്റി പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ് കേട്ടോ. പിന്നെ ഇത് കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ ഗൈസ് തല നോക്കി വെക്കേ ഗൈസ്, ഇവന്റെ മുഖം കണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കി. സുന്ദരനാണ്, സുമുഖനാണ്, കള്ളു കുടിക്കൂല, വീഡിയോ വലിക്കൂല, മുറുക്കൂല, ഹാൻസ് വെക്കൂല, അങ്ങനെ യാതൊരു ദുശ്ശീലമില്ലാത്തൊരു വഴിയാണ് മോന്റെ നേരെ വെക്ക്. ഇത് സത്യമായ കാര്യമാണ്, അല്ല ചുമ്മാ നുണ പറഞ്ഞില്ല. ഇവനെ ഇഷ്ടപ്പെടുന്ന പെമ്പിളാർ, എന്റെ വീഡിയോ കണ്ടിട്ട് ഇവനെ ഇഷ്ടപ്പെടുന്ന പെമ്പിളാറുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം. ഞാൻ നിങ്ങൾ ആലോചിക്കുന്ന വീട്ടിൽ കാരണന്മാരോട് പറയണോട്ടോ, അതും കൂടി വേണം. വീട്ടില് കാരണന്മാരോട് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഒരു കമന്റ് കിട്ടാൽ മതി. നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നമ്മളൊരു ഐറ്റത്തിന്. പിന്നെ എന്നാന്ന് ചോദിച്ചാ വേറൊരു കാര്യം വെച്ചാ ഇവരുടെ കാര്യം കഴിഞ്ഞ ഒരു വർഷമായാണ് അത് പാക്രമ്പലത്തിൽ മുണ്ടുടിഞ്ഞു പോയത്. അല്ല മുണ്ടുടുക്കും ഒരു 4 മാസം മുന്നേ ആരേലൊക്കെ പേടിച്ചിട്ടായിരിക്കും അത് കൊടുക്കാത്തതെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, എനിക്കത് കമന്റ് വരണം. വേറൊന്നുമല്ല, കോട്ടയത്ത് പാവപ്പെട്ട കൊച്ചനാണ്, ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അവൻ അതുകൊണ്ട് സോരിക്കൂട്ടി വെച്ച ഒരു മൊബൈൽ വാങ്ങി. എത്ര രൂപയുടെ മൊബൈലായിരുന്നു അത്? 27 രൂപയുടെ ഫോണാണ്. ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചായിരുന്നു. പിന്നെ അതിനകത്തെ ഫോണിന്റെ ഗമയല്ല അവന് എത്ര വിഷമം, കാരണം അവന്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പൊ അവന്റെ അച്ഛന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ആ ഫോണിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വിഷമമുണ്ട്. അപ്പൊ ആ ഫോൺ അത് പോയത് ഭയങ്കര കോമഡി ആയിരുന്നു. പുള്ളി ആദ്യമായിട്ട് മുണ്ട് കൊടുത്ത് ഷർട്ട് കൊടുത്ത് ഒരു കാര്യമില്ല, ഇവന് ജീൻസറിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി ഒരു ഷർട്ടൊക്കെ ഇട്ട് പെണ്ണുങ്ങളെ വായി നോക്കാനായിട്ട്, ഉത്സവപ്പുറമ്പാണല്ലോ, അവിടെ ചെന്ന് വായി നോക്കാനായിട്ട് ഒരു മുണ്ടൊക്കെ കൊടുത്ത് നേരത്തെ പറഞ്ഞ ഒരു ദുശീലമില്ലെന്ന് ഇപ്പോൾ അറിയാതെ വീട് ദുശീലല്ലല്ലോ. നമ്മള് പെമ്പിളാരൊക്കെ ഒരുങ്ങി ഇറങ്ങി പോകുന്ന എന്തിനാണ്? അത് അവരുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒരുങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ അതാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാ ഇവന്റെ ഫോണ് ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മുണ്ടൊക്കെ കൊടുത്തു. ഇപ്പൊ മുണ്ട് ഉലിഞ്ഞു പോയി. മുണ്ട് ആരത് പറഞ്ഞു പോയപ്പോ പുള്ളി തന്നെ പാവപ്പെട്ട ചെറുക്കാൻ അവിടെ ഒരു ബൈക്ക് ഇരുന്ന് വെച്ച്, ആ ബൈക്കിന് ഫ്രണ്ടിൽ ഒരു കവർ ഉണ്ടാവുമല്ലോ, അവിടെയോട്ട് വണ്ടി വെച്ചിട്ടും തിരിഞ്ഞു പോകുന്നു. നിന്റെ സാധനമാണ് പോയത്. അപ്പൊ വണ്ടിയുടെ അവിടെ വെച്ചും പുള്ളി മുണ്ടെടുത്ത് വന്നപ്പോഴത്തേക്കും കൂട്ടുകാർ വന്ന് വർത്തമാനം പറഞ്ഞപ്പോ ഈ ഫോൺ തിരിച്ചെടുക്കാൻ മറന്നുപോയി. പുള്ളി അങ്ങനെ നടന്നുപോയി. ആ വണ്ടി വെച്ച ആള് ആ ഫോണുമായിട്ട് പോയി. അപ്പൊ അതിന്റെ അകത്ത് പറയാൻ തമാശയായിട്ടല്ല, ഇത് ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ആ ഫോൺ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്, പേടിച്ചിട്ടാണ് തരാത്തെങ്കിൽ ഒരു വിഷമവും വേണ്ട, പാവത്തിന് തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ ഇതിന്റെ അകത്ത് പറയുന്നതാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാ വേറെ ഐറ്റം ഉണ്ട്, കൈയും കാലും കാണിക്കണല്ലേ. എന്നെ കൈയും കാലും കാണിക്കുന്നത് ഒരു കാര്യം ഇത് കണ്ടൊരു കോമാളി നിൽക്കുന്നത്. ഇവൻ അവിടെ നിന്ന് എക്സ്പ്രഷൻ ഇടുന്നു എന്റെ നേരെ. എന്നെ ചെയ്യാനാണ് ഇവരെ കാണിക്കാഞ്ഞത്, വേറെ ഒന്നുമല്ല, ഭയങ്കര വർക്കിലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാറുള്ളത്. ഇവിടെ വാ, ഇതാണ് എന്റെ കൊച്ചുങ്ങളെല്ലാം കൊല്ലലാടെ സൈഡിലോട്ട് നിക്കണം, എല്ലാവരെയും നമ്മള് ക്യാമറയിൽ ഒതുങ്ങട്ടെ. അപ്പൊ ഇതാണ് ആങ്ങള. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവനവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അങ്ങനെ ആയി പോയത് കൊണ്ടാണ്
ബിനീഷനെ കാണിച്ചു തരും. ബിനീഷ് ഞണ്ട് പിടിക്കാൻ പോകുന്നു. അത് വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് കാടൊക്കെയാണ്, കുറച്ച് ഈ കൊതുകിന്റെ ശല്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് അതിനെ. വേറെ ഒന്നും. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ ഒന്നും കൊതുക് കടിക്കാറില്ല. അതിന് മാത്രം ബ്ലഡ് ഇല്ല അവിടെ. അല്ല ബ്ലഡിലായിട്ടല്ലടാ, ബ്ലഡിലായിട്ടല്ല. അപ്പൊ നിങ്ങൾ ഓർക്കും അതെന്താ സുധീനെ കടിക്കാത്തതെന്ന്. ബിനീഷനെ കടിച്ചില്ല, സുധീനെ കടിക്കുന്നില്ലെന്ന്. കൊതുകിന് എന്റെ കാല് കാണാൻ പറ്റുന്നില്ല, ബിനീഷയുടെ കാല് കാണാൻ പറ്റുന്നുണ്ട് കൊതുകിന്. അതാണ് നമ്മുടെ കളറിലൊരു ഇതുണ്ട്, സുധീരെ കാല് കാണാൻ പറ്റില്ല, ബിനീഷയുടെ കാല് കാണാം. അതുകൊണ്ടാണ് കൊതുക് കടിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതുണ്ട് നമ്മുടെ കളറിനൊരു പവർ ഉണ്ടെന്ന് പറയുന്നത്. കൊതുകിന് പോലും കാണാൻ പറ്റണില്ല, അതുകൊണ്ടാണ് എന്നെ കടിക്കാത്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ബിരിയാണി ആയിരുന്നു, ബിരിയാണി കറി തീർന്നു. ഞാനിപ്പോൾ ചിക്കൻ കറി വെക്കുന്നുണ്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ചിക്കൻ കറി ഇപ്പൊ അടിച്ച് പിടിച്ച് കരിഞ്ഞു പോയതൊന്നും അറിയാൻ പറ്റില്ല, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതെ, അത് ആ ഗ്യാപ്പിൽ ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ ഇപ്പൊ ചിക്കൻ പിന്നെ ഇതൊക്കെയാണ് എന്റെ ചെറിയൊരു സന്തോഷം, എന്റെ ചെറിയൊരു കുടുംബവും. അപ്പൊ ഒത്തിരി പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുധീയുടെ ഫാമിലി കാണിക്കാവോ എന്ന് കാണിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാലായിട്ട്, എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ദേശീയയുടെ ആൾക്കാർ ഫാമിലി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പൊ ചില മക്കളൊക്കെ എന്റെ സ്വന്തമാണ്, കൂടപ്പുറപ്പങ്ങളാണ്. എന്നാലും എന്റെ എന്ന് പറയാൻ സ്വന്തം ആങ്ങളെയാണ്. ആങ്ങള, നാത്തൂൻ, ഇത് നാത്തൂനാണ്, നാത്തൂന്റെ അമ്മ, എന്റെ ആങ്ങളുടെ മക്കള്. ഇത് നാത്തൂന്റെ ആങ്ങളയല്ല, എന്റെ ആങ്ങളെ, ഞങ്ങളുടെ ആങ്ങളെ കൂടെ ഒരുമിച്ചുള്ള നാത്തു. പിന്നെ ഇച്ചാനത്തിന് അറിയാം, നമ്മുടെ പ്രോഗ്രാം വന്നാണ് കേട്ടോ അവര്. ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നാണ്. കൈ കൊപ്പിടി രാവിലെ വന്നതാണ്, അപ്പൊ ഞാൻ അവര് പോകാൻ പോയായിരുന്നു. ഞാൻ പറയാൻ പോകല്ലേ, കുറച്ചുകൂടി നാറ്റിക്കാനുണ്ട്, കുറച്ചുകൂടി എനിക്ക് നാറ്റിക്കാനുണ്ട് നിങ്ങൾ. അതുകൊണ്ട് ഇതിനൊക്കെ പിടിച്ചു നിർത്തിയേക്കാണ്. പിന്നെ ഞാൻ വെക്കുന്ന സ്പെഷ്യൽ ചിക്കൻ കറി ഇവരെ തീറ്റിച്ചെറുക്കുക എന്തിനും സംഭവിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം നെക്സ്റ്റ് വ്ളോഗില്. അതാണ് പിന്നെ കൂടുതൽ പിടിച്ചു നിർത്തേക്കുന്ന കാര്യം. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.